എന്നോടാണോ? അല്ല, അതായത് ഈ ഇപ്പം പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട്. പഴയ MLA അത്ര കണ്ടാൽ ഞാൻ എപ്പോഴും ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്, സാധാരണ പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. പിന്നെ മുമ്പൊരിക്കൽ വിശ്വാട്ടൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിശ്വാട്ടൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലെന്ന്. അതുപോലെ കുടുംബത്തിൽ നിന്ന് ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വികാരങ്ങളെല്ലാം പാർട്ടി പ്രവർത്തകൻ്റെ വികാരമാണ്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ വഞ്ചിച്ചിട്ട് പോകുന്ന ഒരാളോട് അങ്ങനെ എളുപ്പം സമരസപ്പെടാൻ പാർട്ടിയുടെ പ്രവർത്തകർ ആഗ്രഹിക്കില്ല. ആ പ്രവർത്തകരുടെ വികാരത്തിനോടൊപ്പമാണ് ഞാൻ. അല്ല, അത് തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൈ കൊടുത്തിരുന്നല്ലോ. ആ ചോദ്യത്തിന് പ്രസക്തിയല്ലോ. അദ്ദേഹത്തെ മേളിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൈ കൊടുത്തിരുന്നു. അല്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അധിക്ഷേപിക്കാനില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും അധിക്ഷേപിച്ചിട്ടുള്ള ഒരാളല്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അപ്പം നിങ്ങൾ തന്നെ വിലയിരുത്തണം എന്തെല്ലാം അധിക്ഷേപങ്ങൾ വ്യക്തിപരമായി എനിക്ക് കേൾക്കേണ്ടി വന്നു ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ഞാനൊരു കാര്യം പറയാം. ഞാൻ 4 ഇലക്ഷന് മത്സരിച്ചിട്ടുണ്ട്. VK ശ്രീകണ്ഠൻ മത്സരിച്ചിട്ടുണ്ട്, ഷാഫി പറമ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളാരും ഒരു തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട പോലെ വ്യക്തി അധിക്ഷേപം നേരിട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം വളരെ സമചിത്തതയോടുകൂടി അതിനെ നേരിട്ടു. തുടക്കക്കാരനാണെങ്കിൽ പോലും വലിയ പക്വത അക്കാര്യത്തിൽ കാണിച്ചു. പാർട്ടിയും മുന്നണിയും MP ആണെങ്കിലും MLA 2 MPമാരും അവരും മര്യാദ വിടാതെ അതിനോട് പ്രതികരിച്ചു. പക്ഷേ ഞങ്ങൾ അനുഭവിച്ച പ്രയാസം, ഞങ്ങൾ നേരിട്ട പ്രതിസന്ധി, വ്യാജ ആരോപണങ്ങൾ, വ്യക്തി അധിക്ഷേപം, അത് ഞാൻ പ്രത്യേകമായി രാഹുലിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ആ സമനില ആരുടെ ആണെങ്കിലും നഷ്ടപ്പെടുന്ന തരത്തിലായിരുന്നു. പക്ഷേ സമചിത്തതയോടുകൂടി അദ്ദേഹം അതിനെ നേരിട്ടു. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ അതിനെപ്പറ്റി ഇപ്പോഴും കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എന്നെ കള്ളപ്പണക്കാരനാക്കിയില്ലേ? ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലല്ലേ? ഒരു സ്ഥാനാർത്ഥിയോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കള്ളപ്പണ ഇടപാടുകാരനാക്കിയില്ലേ? അതൊക്കെ പാലക്കാട്ടെ ജനം കാണുമെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ? സ്ഥാനാർത്ഥികൾ എന്നെ കുട്ടിക്കുരങ്ങാന്ന് വിളിച്ചില്ലേ? സ്ഥിരബുദ്ധിയില്ലാത്തവരെന്ന് വിളിച്ചില്ലേ? ഞാൻ അന്നൊന്നും പ്രതികരിച്ചില്ലല്ലോ. എനിക്കന്ന് വേണമെങ്കിൽ വന്ന് അതിവൈകാരികമായി നിങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരയാൻ ഞാൻ കരഞ്ഞില്ലല്ലോ. പാലക്കാട്ടെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും ഞാൻ പറയുന്നു, തെരഞ്ഞെടുപ്പ് വ്യക്തികൾ തമ്മിലുള്ളതല്ല. ഇപ്പോൾ ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടുമ്പം അത് വ്യക്തിപരമായി എനിക്ക് കിട്ടുന്ന എന്തോ വ്യക്തിപ്രഭാവത്തിൻ്റെ വോട്ടല്ല. ഈ വോട്ടിനകത്ത് ഒരുപാട് രാഷ്ട്രീയമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് മേലിലെങ്കിലും CPM-ഉം BJP-യും ഒരു തെരഞ്ഞെടുപ്പ്, ഞാനൊരു തുടക്കക്കാരനാണ്, അവരൊന്നും ഉപദേശിക്കാൻ ആളല്ല. മേലിലെങ്കിലും CPM ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ വ്യക്തി അധിക്ഷേപത്തിൽ നിന്ന് മാറി രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അവരെന്താ വിചാരിച്ചത്, വിവാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് രാഷ്ട്രീയമൊന്നും ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ജനങ്ങൾ ചർച്ച ചെയ്യുക അവരവരുടെ രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു, അതിൻ്റെ വിജയമാണ്. അപ്പം മേലിലെങ്കിലും ഇതൊരു പാഠമായിരിക്കണം. ചോദ്യം കൊണ്ട് രാഹുലിനോട് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് BJP-യുടെ വോട്ട് വ്യാപകമായി രാഹുലിന് അവർ ബോധപൂർവ്വം മറിച്ചു നൽകുന്നതാണ്. അദ്ദേഹം സത്യത്തിൽ പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന്. എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല.